എല്ലാവർക്കും പി എസ് സി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 പി എസ് സി നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അറ്റൻഡർ ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചാവറയച്ചൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കി വെക്കാം. ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റുകൾ കൂടി നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യമായിട്ട് ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, നളാഗമങ്ങൾ, ധ്യാന സലാപങ്ങൾ, ഇത്രയും നാല് പ്രസിദ്ധീകരണങ്ങളാണ് ചാവറയച്ചൻ്റേതായിട്ടുള്ളത്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റെതാണ്. അഭിനവ കേരളവും ആത്മവിദ്യാ കാഹളവും. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണ്. വേദാധികാര നിരൂപണം. അരുൾനൂൽ ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. മറ്റു കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനി. അപ്പോൾ ഈ മൂന്നെണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ക്യാപ്റ്റൻ ഡെലനോ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സേന വിദേശികളെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധമായിരുന്നു അത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ബാക്കി നമുക്ക് ഇയർ കൂടി ഒന്ന് നോക്കി വെക്കാം. ആറ്റിങ്ങൽ കലാപം എപ്പോഴാണ്? 1721 ഏപ്രിൽ 15. ഒന്നാം പഴശ്ശി കലാപം 1793 to 97. അടുത്തതായിട്ട് ചാന്നാർ കലാപം 1859 ചാന്നാർ കലാപം നടന്നത്. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പാറ്റൺ ആണ്. +1 ഹിസ്റ്ററിയിലുള്ള ഒരു പാർട്ടാണ് ഈ ഇൻ മെമ്മോറിയം. അതുപോലെ റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആണ്. ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന പേരാണ്. അപ്പോൾ റിലീഫ് ഓഫ് ലക്നൗവും അതുപോലെ ഇൻ മെമ്മോറിയവും വരച്ച കൊല്ലം ഏത് വർഷത്തിലാണ്? 1859 വർഷത്തിലാണ് ഈ രണ്ട് ചിത്രങ്ങളും വരച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങളാണ് ഇവ. അടുത്തതായിട്ട് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1, 3, 4. അപ്പോൾ ആനി ബസന്റും എസ് സുബ്രഹ്മണ്യ അയ്യരും ലോകമാന്യ തിലകും. അതായത് നമ്മുടെ തിലകൻ, ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ തിലക്. അപ്പോൾ ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം അഥവാ ക്യാമലിഡ്സ് ഇയർ ആയിരുന്നു 2024. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണ്? ഏത് കൊല്ലമാണ്? 2023. അതുപോലെ അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം അത് നമ്മുടെ ഇക്കൊല്ലമാണ്, 2026 UN അങ്ങനെ ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻ അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റും കഴിഞ്ഞു. താങ്ക് യു.